നല്ലൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനുള്ള മസാല എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഏത് ഫിഷും ഈ മസാല വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ മസാല റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 8-9 അല്ലി വെളുത്തുള്ളി, 1.5 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ 3 അയലയാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് എന്നിവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പും എരിവും നോക്കി മുളക് പൊടിയും ഉപ്പും എല്ലാം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. മീനിൽ പുരട്ടാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി മീനിൻ്റെ വരഞ്ഞ ഭാഗത്തിലൂടെ ഉള്ളിലോട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ മീനിലെല്ലാം മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അടുത്തതായിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ മീൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് മീൻ ഇട്ട് കൊടുക്കാവൂ. അതുപോലെ ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം, അല്ലെങ്കിൽ മീനിൻ്റെ മസാലയെല്ലാം ഓയിലിൽ പോയി ഫിഷ് പാനിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഫിഷ് മറിച്ചിടുമ്പോൾ അത് പൊട്ടിപ്പോകും. ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ടു മീഡിയം ഹീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് വേവിച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. മീനിനനുസരിച്ച് കുക്കിംഗ് ടൈമിലും വ്യത്യാസമുണ്ടാകും. അതുപോലെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടും. ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകിൽ അവസാനമോ അല്ലെങ്കിൽ ഒന്ന് മറിച്ചിട്ടതിന് ശേഷമോ ആയിരിക്കണം, അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് സവോള ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുന്നത്. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ മസാലക്കൂട്ട് വെച്ച് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല മണവും രുചിയുമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്